ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു മീറ്റപ്പാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് എത്ര നാളുകൾക്ക് ശേഷം കാണുന്നത്. ഇതിപ്പോൾ 1.5 വർഷമായിട്ടുണ്ടാവും ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തിട്ട്. ഞങ്ങൾ ആദ്യം പോയത് നൈസ് ഫോർട്ടിക്കാണ്. അത് നമ്മുടെ പാലക്കാട് ഫോർട്ടിൻ്റെയും ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഇടയിലാണ് വരുന്നത്. 10 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ്. പിന്നെ ഈവനിങ് ആണ് ഇതിൻ്റെ ബെസ്റ്റ് ടൈം. അപ്പോഴാണ് ലൈറ്റിങ്ങും വാട്ടർ ഫൗണ്ടെയിനൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ കയറുമ്പോൾ തന്നെ വാച്ച്മാൻ പറഞ്ഞത് 3 ഏക്കർ ഉണ്ട് കുട്ടികളെ, അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ആസ്വദിച്ച് നടന്ന് കണ്ടിട്ട് വായോ എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് ശരിയാണ് കേട്ടോ. അവർ നല്ലൊരു ഫുട്പാത്തും പിന്നെ ഇടയിൽ നല്ല സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഈ കാണുന്ന മരത്തിലൊക്കെ ഫുൾ ലൈറ്റിംഗ് ആണ്. അത് ശരിക്കും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് തന്നെ വരണം. പിന്നെ ചില ഭാഗങ്ങൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കൊണ്ടുവരാനായിട്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കായാലും അവിടെ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനായിട്ടുള്ള സെറ്റപ്പ് കുറേ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോ എടുത്തത് തന്നെ ചേച്ചി ഞങ്ങളെ തന്നെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ആ പാട്ടായിരിക്കണോ യൂഞ്ഞാലാടുന്ന സെറ്റ് ചെയ്യേണ്ടത്. ശ്രീദേവിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പൊ യൂഞ്ഞാലാടുന്ന സെറ്റ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. പിന്നെ നൈറ്റ് ആണെങ്കിൽ ആസ്വദിച്ച് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിന്റെ വൈബ് അറിയണമെങ്കിൽ ഈവനിങ് പോകണം. ഇവിടെ ഇതേപോലെ ഐ ലവ് പാലക്കാട് എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിനു മുമ്പിൽ വന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അതുകൂടാതെ നമ്മൾ ഫോണിനല്ലാതെ മറ്റേ ഷൂട്ടിങ്ങിലും കാര്യങ്ങളാണെങ്കിൽ വീഡിയോസ് എടുക്കാൻ 180 റുപ്പീസും ഫോട്ടോസ് എടുക്കാനായിട്ട് 60 റുപ്പീസും എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പുതിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല, നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിലുള്ള റോസ്റ്റർ 6 കഫേയിലേക്കാണ് ഞങ്ങൾ പോയത്. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ വോക്സ് കിച്ചൻ്റെ അടുത്തായിട്ട്, അല്ലെങ്കിൽ പിന്നെ ചിക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ടൈമിംഗ് നോക്കാതെയാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് ചെറിയൊരു പണി പാളിപ്പോയി. ഉച്ചയ്ക്ക് 12 മണി തൊട്ടിട്ട് പുലർച്ചെ 12 മണി വരെയാണ് ഇവൻ്റെ ടൈമിംഗ് വരുന്നത്. നമ്മളെത്തിയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. പക്ഷെ എന്നാലും അവിടെ റെഡിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാതും. ഞങ്ങളൊരു 3 ഐറ്റമാണ് ഓർഡർ ചെയ്തത്. ഒരു ചിക്കൻ ആൽഫ്രെഡോ പാസ്തയും ഒരു കിറ്റ് കാറ്റ് ഷേക്കും പിന്നെ ഇവൻ്റെ തന്നെ സ്പെഷ്യൽ കേസിൽ വരുന്ന മോസറല്ല ചീസ് ചിക്കനുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ അവർ വേഗം ഷേക്ക് കൊണ്ടു തന്നു. എന്നിട്ട് ഇത് പതുക്കെ കുടിച്ച് തീർത്താൽ മതി, അപ്പോഴേക്കും 2 ഐറ്റം കൊണ്ട് തരാൻ പറഞ്ഞു. അവർ നല്ല പോലെയാണ് കേട്ടോ നമ്മളെ ട്രീറ്റ് ചെയ്തത്. കാരണം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടാളും പിന്നെ പതുക്കെ വന്നാൽ മതിയായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന രീതിയായിരുന്നു. നമ്മൾ അവിടെ പിന്നെ പറ്റുന്നത്ര ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അടുത്തതായിട്ട് അവരുടെ സ്പെഷ്യൽ ഡിഷായ മോസറല്ല ചീസ് ചിക്കൻ ആയിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് മസ്റ്റ് ട്രൈ തന്നെയായിരുന്നു അത്. ചീസ് ലവേഴ്സ് ആയവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അത് കഴിച്ച് കഴിയുമ്പോഴേക്കും പാസ്ത എത്തി. പക്ഷെ അതൊരു ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് മോസറല്ല ചീസ് തന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഗോപികൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ ഞാൻ പിന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ പാലക്കാട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മീറ്റപ്പ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.